കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആലിനെയൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. എപ്പോഴും ആലിനെ പ്രദക്ഷിണം ചെയ്യണത് നല്ലതാണ്. പിന്നെ ആ ഗരുഡൻ്റെ ആ ശില്പം കാണാം, വെങ്കല ശില്പം, അതൊന്ന് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ നമ്മൾ തീയരമ്പലത്തിൻ്റെ അവിടെയൊക്കെ വന്ന് അതിലൂടെ വന്ന് പുതിയ ഗോപുരം കാണാം. ആ ഗോപുരത്തിലൂടെ അങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിലുള്ള നിരവധി വിഗ്രഹങ്ങളിങ്ങനെ കാണാം, ആ ശില്പങ്ങൾ, അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നമുക്കതിലേ അങ്ങനെ വരുമ്പോൾ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൂടെ അങ്ങനെ പോയാൽ അത്തിമര ഗണപതി ക്ഷേത്രം കാണാം. ആ ഗണപതിനെ ഒന്ന് തൊഴാം. 4 ദിക്കിന്നും നോക്കി തൊഴാം സുഖമായിട്ട്. മേൽക്കൂരയൊന്നും ഇല്ലല്ലോ, സുഖസുന്ദരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ നേരെ വാതിൽപ്പടി കയറുക. ഗോപുരവാതിൽ കഴിഞ്ഞ് വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തുള്ള ആ രൂപം നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കുക. ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ആ കിടാവിളക്ക് അങ്ങനെ ചില്ലും കൂട്ടിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി തൊഴാം. വലതുവശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴാം. അതിന് ശേഷം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. കിഴക്കേ സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ നെയ്വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അതിൻ്റെ പ്രഭ നന്നായിട്ട് കാണാനുണ്ട്. അപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ നമുക്ക് ഓടിയെത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച, 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, കാൽവളകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല വെളുത്ത മുണ്ട, ആ വെളുത്ത മുണ്ടാണെന്ന് ചുറ്റിയിട്ടുള്ളത് കേട്ടോ. വെളുത്ത മുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, കസവും മുണ്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ആൾ വേറൊരാളായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഗോപി തിലകം പോലത്തെ ആ തിലകങ്ങൾ വെച്ചിട്ടുള്ളൊരു മാല കാണാണ്ട്, പിന്നെ നേരെ നോക്കുമ്പോൾ മുല്ലമൊട്ടുമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, പിന്നെ കൈവളകൾ കാണാണ്ട്. കൈവളകൾ കാണാണ്ടെന്ന് മാത്രമല്ല, ഒരു കയ്യിൽ കലപ്പയുണ്ട്, മറു കയ്യിൽ ഗതയുണ്ട്. അപ്പം ഒന്ന് ബലരാമസ്വാമി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കലപ്പൊക്കെ കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുള്ളത്, ഗതയൊക്കെ നല്ല രസമായിട്ടുള്ള കാഴ്ച. പിന്നെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴോ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ ചെറിയ ആളാണ്. ആ മുഖത്തെ ആ ഗൗരവം വരുത്താനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം കുഞ്ഞു കുട്ടിയുടെ 2-3 വയസ്സേ തോന്നിക്കൂ. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഏട്ടൻ്റെ മാതിരിയാണ്, ഏട്ടൻ തന്നെയാണ് ഞാൻ. എന്നെ ബലരാമനായിട്ട് കണ്ടോളൂ കേട്ടോ അമ്മേ എന്നാണ് പറയണേ. അതേപോലെ നമ്മളോടും പറയണേ, എന്നെ ബലരാമനായിട്ട് കാണൂ കേട്ടോ, ഞാൻ വലുതായിരുന്നു, ഞാൻ ചെറുതല്ല കേട്ടോ, നിങ്ങളെ ചെറിയ കുട്ടിയൊന്നും അല്ല ഞാൻ. ഞാൻ എല്ലാറ്റിനും പോകുന്ന ആളാണ്. എൻ്റെ കയ്യിൽ കലപ്പയുണ്ട്, ഗതയുണ്ട്, ഞാൻ യുദ്ധത്തിന് വന്നാൽ യുദ്ധം ചെയ്യും, എല്ലാം ചെയ്യും എന്നാണ്. ഏട്ടൻ മാത്രമൊന്നല്ല, ഏട്ടനെക്കാട്ടിലും വലുതായി ഞാൻ തന്നെ ഏട്ടൻ, ഞാൻ തന്നെ ബലരാമൻ എന്നാ പറയണേ. ആ ഒരു കാഴ്ചയെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. എന്താ രസം! ആ മുഖത്തെ ആ ഗൗരവഭാവത്തിന് പകരം പുഞ്ചിരി തന്നെ വന്നിട്ടുണ്ട്. അതാ രസേ. ഗൗരവമല്ലേ വരേണ്ടത്. വലിയ ആളായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പുഞ്ചിരി കണ്ടാൽ നമുക്ക് തോന്നുന്നു നമ്മുടെ ഉണ്ണിൻ്റെയാണിത്. അങ്ങനെ കാണാൻ നല്ല രസമാട്ടോ. അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി ഇങ്ങനെ തിരുമുടിമാല 2 ഉണ്ട്. തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ ഒരു വലിയ ഉണ്ടമാലയാണ്. വലിയ ഉണ്ടമാല എന്ന് പറഞ്ഞാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. വെളുത്ത പൂവ് ധാരാളം. അങ്ങനെ അതും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല കാൽപാദം വരെ കൊട്ടുന്ന വലിയ മാലയാണ് ഉണ്ടമാല. പിന്നെ മുകളിൽ വിധാനമായിട്ട് 5-6 മാലകളുണ്ട്. ആദ്യം തന്നെ വലിയൊരു താമരമാലയാണ് ഇങ്ങനെ ചാർത്തിയിരുന്നത്. പിന്നെ ഉള്ളത്
4 5 തുളസി മാലകളുണ്ട്. നന്നായിട്ടുള്ള ഒരു അലങ്കാരം കേട്ടോ, നല്ല രസം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്, ആ സോപാനപ്പടിയിൽ നിന്നിട്ട്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാനെ. ആ ബലരാമ സ്വരൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നോക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആദ്യം തന്നെ കാണുന്ന ആ ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുക. പിന്നീട് തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. തിടപ്പള്ളി നോക്കി തൊഴുത് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും ആ ചുമരിലേക്ക് നോക്കിയാൽ, ശ്രീകോവിലിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ നമുക്ക് ആലിലക്കണ്ണനെ കാണാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഗണപതിയുടെ അവിടെ വരിക. ഗണപതിയുടെ അവിടെ വരുമ്പോൾ ചെറിയ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് തിരക്കില്ലാത്ത കുഴപ്പമൊന്നുമില്ല, തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ആ തിരക്കിലൂടെ നമ്മളിങ്ങനെ ഗണപതിയുടെ അവിടേക്ക് നോക്കുമ്പോൾ ചന്ദന ചാർത്തിയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കദളിപ്പഴം, പഴുത്ത കദളിപ്പഴം വെച്ചിട്ടുണ്ട്. ഒരു പഴുത്ത കദളിപ്പഴമുണ്ട്, പച്ച കദളിപ്പഴമുണ്ട്. അങ്ങനെ വെച്ചിട്ട് ധാരാളം അർച്ചന പ്രസാദമുണ്ട്. നല്ല രസമായിട്ട് കാണാനുമുണ്ട്. നിറച്ച് അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണപതിനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് നമ്മൾ സരസ്വതി ദേവീനെ കാണുകയാണ്. സരസ്വതി ദേവിയുടെ അവിടെ കിടാവിളക്ക് കത്തിയിട്ടുണ്ട്. ഒരു വെളുത്ത മുല്ലമുട്ടുമാലയും ചാർത്തിയിട്ടുണ്ട് ഫോട്ടോൻ്റെ മുകളിൽ. അപ്പോൾ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വന്ന് നമ്മൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ ഒന്ന് കണ്ട് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ മേൽശാന്തിയുടെ അടുത്ത് എത്തുമ്പോൾ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പ്രസാദമൊക്കെ വാങ്ങി തൊടാം. അതിനുശേഷം ആ വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നെ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരാം. അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോഴും ധാരാളം മാലകൾ, താമരമാലയൊക്കെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിറയെ മാലകളാണ്, തുളസിയും ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴുക. അതിനുശേഷം നേരെ നമ്മൾ വരുന്നത് ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വരുമ്പോൾ ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. അതൊക്കെ കണ്ട് ആ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ണൻ്റെ അവിടെ ഉണ്ട് തുളസിമാല. ഏറ്റവും പ്രിയപ്പെട്ട ആ തുളസിമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകനെ കണ്ട് തൊഴാം. മുരുകനെ കണ്ട് തൊഴുത് ഇനി ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലോ അവിടെ നിന്നൊരു നാരങ്ങമാല ഉണ്ട്, കുറച്ച് കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് ആ ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം, കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. ആ നൃത്ത അറയിൽ അത് കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിച്ച് ആ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് എത്തിയ ആ ഒരു രൂപം, നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ കാണുന്നത് ആ രൂപം നമ്മളെ മനസ്സിൽ വരും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നാൽ ആ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് വടക്കേ നടയിൽ എത്തുന്നതിൻ്റെ ആ വടക്കേ നടയിലേക്ക് കിടക്കുന്ന ആ ഭാഗത്താട്ടോ കുറൂരമ്മേനെ പലരും അത് ചോദിച്ചതായിട്ട് കണ്ടു. ആ ഒരു സൈഡിൽ, അതായത് വാരന്മാരൊക്കെ കഴുകാനൊക്കെ വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ നമ്മൾ വടക്കേ നടയിൽ നിന്ന് കിഴക്ക് വശത്തേക്ക് വരണം. അപ്പോഴാണ് കുറൂരമ്മേനെയും നാരദരെയൊക്കെ ഉള്ള ആ വിഗ്രഹങ്ങളൊക്കെ കാണുക.
ആ തൂണൊക്കെ ഉള്ള ഓരോ തൂണിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. കുറച്ച് ആൾക്കാർ അങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞ് കേട്ടു, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വസുദേവർ ഉണ്ണിക്കണ്ണനായിട്ട് രാത്രി മഴയത്ത് പോരുന്ന അനന്തൻ്റെ സംരക്ഷണയിൽ പോരുന്ന ഒരു ചിത്രമുള്ളത്. അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്ത് വരിക. പുറത്ത് വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ അവിടെ നിന്ന് തീർത്ഥമൊക്കെ വാങ്ങി അവിടേക്ക് നിന്ന് തിരക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടേക്ക് വരണമെങ്കിലും അതിനൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ ഇന്ന് നന്നായിട്ടുള്ള ആ ചന്ദനം ഒക്കെ ഇങ്ങനെ ചാലിച്ച് നന്നായിട്ട് മുഖമൊക്കെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വലിയൊരു വട്ട പൊട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല രസമായിട്ടാണ്. കണ്ണെഴുതിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നോക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കണ്ണൊക്കെ കൊടുത്തപ്പോഴേ നല്ല രസം. അങ്ങനെ ആ മാലകളുണ്ട്. വലിയ ആ നെക്ലസ് മാല ഉണ്ട്, ആ കാശിമാല പോലത്തെ മാല ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്കിങ്ങനെ നോക്കാം. അങ്ങനെ നല്ല ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മുകളിലൊക്കെ നിറയെ മാലകൾ തെച്ചിപ്പൂവ് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിറയെ തെച്ചിപ്പൂവിൻ്റെ അതിപ്രസരമുണ്ട്. പിന്നെ അർച്ചന ചെയ്തതും കാണാനുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ചെറിയ വിഗ്രഹത്തിൻ്റെ മുകളിലും ഉണ്ട് നല്ല അലങ്കാരം. അപ്പം എല്ലാവരും കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ അവിടെ നിന്ന് തിരിഞ്ഞ് നിന്നാൽ മമ്മിയൂരപ്പനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചെല്ലുക. എന്നിട്ട് നമ്മൾ മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അങ്ങനെ അവിടുന്ന് നമ്മൾ കൊടിമരം നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടൊക്കെ കാണാം. അതേപോലെ കുട്ടികളെ മഞ്ചാടി വാരുന്നു. അതേപോലെ നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട്. ഇന്ന് ധാരാളം നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് നെയ്വിളക്കുണ്ട്, രണ്ട് ഭാഗത്തും നിറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മളെ ബലരാമസ്വാമിയായി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി നമസ്കരിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അവിടെയും നമസ്കരിച്ചതിന് ശേഷം നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് കറുത്ത ഒരു ഇത് വെളുത്ത ഡ്രസ്സുണ്ട്, അതിൻ്റെ മുകളിൽ കറുത്തതും വെച്ചിട്ടുണ്ട്. പിന്നെ മുഖത്തിങ്ങനെ ഗോളകി ഇറക്കിയാണ്. അപ്പോൾ എന്നിട്ട് ധാരാളം മാലകളൊക്കെ ഉണ്ടേനി. അർച്ചനയാണ്, എല്ലായിടത്തും അർച്ചന നടക്കുന്നുണ്ട് നന്നായിട്ട്. അതെന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അവിടെ അർച്ചന ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ബാക്കി ഭക്തരൊക്കെ ബാക്കിയുള്ള ഉപദേവതകൾക്കൊക്കെയാണ് ധാരാളമായിട്ട് അർച്ചനകൾ നടത്തുന്നത്. മറ്റോടത്തെ അർച്ചന പ്രസാദത്തിന് അർച്ചന വഴിപാട് ചെയ്താൽ എല്ലാവരുടെയും 27 നാളിനും ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഓരോരുത്തരെയും സെപ്പറേറ്റായിട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ ആകുമ്പോൾ അവർ കഴിക്കും, നമ്മൾ കാണച്ചൽ തന്നെ കഴിക്കുമല്ലോ, അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ ഒന്ന് പ്രണമിച്ച് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അത് കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. പിന്നെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് കിടക്കുക. പുറത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനായിട്ടുള്ള ശ്രമത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് നല്ല തിരക്കാട്ടോ. ഊണിൻ്റെ അവിടെ ആ പ്രസാദകൂട്ടിൻ്റെ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴി തന്നെ ധാരാളം, അതായത് ടോക്കൻ്റെ ഒരു തിരക്ക് കാണാണ്ട്, അതുപോലെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെയും തിരക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് നേരെ നാരായണാലയത്തിലേക്ക് വരിക. അവിടെ വന്നിട്ട് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ അങ്ങനെ ആ ചില്ലും കൂട്ടിലുണ്ട്, അതൊക്കെ കാണാം. ധാരാളം ആളുകൾ അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലണു, അതൊക്കെ കാണാം. അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ വന്ന് ഭഗവതിയുടെ അവിടെ വരിക. ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം.
പിന്നീട് നമ്മൾ ദീപസ്തംഭത്തിൻ്റെ അവിടേക്ക് വരിക. ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നാൽ ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ബലരാമസ്വാമിയെ നമ്മൾ കണ്ടത് കാരണം ഒന്നും കൂടി അവിടെ കാണാനുണ്ട് എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് നോക്കി കാണാം. അങ്ങനെ അവിടുന്ന് തന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ കൂവളത്തിനെ കാണാം. കൂവളം ഇങ്ങനെ തളിരിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇലകൾ പുഷ്പിച്ച് വരികയാണ്. അപ്പോൾ കണ്ട് നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്യാം. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അപ്പൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യണം. പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.